മാസം 1,00,000-നടുത്ത് രൂപ ശമ്പളം എണ്ണി വാങ്ങുന്ന സാറാണ് ഈ കടുങ്കൈ ചെയ്തത്. 3,000 രൂപയ്ക്ക് വേണ്ടി സ്വയം കുത്തിച്ചാവുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അനിൽകുമാർ സാർ എന്ന പവിത്രേശ്വരൻകാരനെ പറ്റിയ അബദ്ധം. ആന കുത്തിച്ചത്താലും അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. കൊതു കുത്തിച്ചാവുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതാണ് അനിൽകുമാർ സാർ എന്ന താലൂക്കിലെ എ ഗ്രേഡ് സർവേയർക്ക് പറ്റിയ അബദ്ധം. അഞ്ചൽ സ്വദേശിയായ പരാതിക്കാരൻ മുളവനയിൽ തൻ്റെ പേരിലുള്ള 3 സെൻറ്റ് വസ്തു അളന്നു തിട്ടപ്പെടുത്താൻ വേണ്ടി കൊല്ലം താലൂക്ക് ഓഫീസിൽ പലതവണ കയറിയിറങ്ങുന്നു. വിവിധ തർക്കങ്ങൾ ഉന്നയിച്ച് അനിൽകുമാർ സാർ ഈ പാവം പിടിച്ചവനെ ഇങ്ങനെ ഓഫീസുകൾ കയറ്റിയിറക്കുകയായിരുന്നു. ഒടുവിൽ ഗതികെട്ട് ജില്ലാ കളക്ടർക്ക് മുന്നിൽ പരാതിയുമായി ഈ അഞ്ചൽ സ്വദേശി പോകുന്നു. പരാതിക്കാരൻ്റെ വാദം ന്യായമാണെന്ന് കണ്ടതോടെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതിനായി ജില്ലാ കളക്ടർ ഉത്തരവിടുന്നു. ഈ ഉത്തരവുമായിട്ടാണ് ഈ പരാതിക്കാരൻ അനിൽകുമാർ സാറിനെ സമീപിക്കുന്നത്. എന്നാൽ അനിൽകുമാർ സാർ മുന്നോട്ട് വെച്ച ന്യായം തൻ്റെ ശമ്പളം കിട്ടുന്നത് മുഴുക്കുന്നില്ല, അതുകൊണ്ടൊരു 3,000 രൂപ കൈക്കൂലി വേണമെന്നാണ്. കൈക്കൂലി മേടിക്കുന്നതിനൊരു അന്തസ്സില്ലേ സാറേ? ലക്ഷങ്ങൾ ശമ്പളം നേടുന്ന ആൾക്ക് 3,000 രൂപയ്ക്ക് വേണ്ടി ഈ ഗതികെട്ട പണി ചെയ്യൂ. ഈ പരാതിക്കാരൻ പണം നൽകാൻ സമ്മതിച്ചതോടെ അനിൽകുമാർ സാറ് മാസങ്ങൾ കയറ്റിയിറക്കിയ അതേ വസ്തു പെട്ടെന്ന് അളന്നു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. പുള്ളിക്കാരനൊരു പണി ചെയ്തു. ഈ സംഭവം വിജിലൻസുകാരോടൊന്ന് പറഞ്ഞിട്ടാണ് മുളവനിലേക്ക് വന്നത്. എന്തായാലും മാസങ്ങൾ കയറിയിറങ്ങി ചെയ്തു കിട്ടാത്ത സംഭവം 3,000 രൂപയെന്ന് കേട്ടതോടെ അനിൽകുമാർ സാർ ചാടി വീണു. ഒടുവിൽ മുളവനയിലെത്തി വസ്തു അളന്നു തിട്ടപ്പെടുന്നതിന് തൊട്ട് മുമ്പേ പൈസ വാങ്ങിയിട്ട് കാര്യം ചെയ്യാം കാരണം അത്രയ്ക്ക് വിശ്വാസമില്ലല്ലോ ഈ സാർമാർക്ക്. പൈസ വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസുകാർ നൽകിയ പണം കൈകൊണ്ട് വാങ്ങിയ അനിൽകുമാറിനെ കൊല്ലം വിജിലൻസ് DYSP സാനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കയ്യോടെ പൊക്കുന്നത്. എന്തായാലും അനിൽകുമാർ സാർ കാരണം പവിത്രേശ്വരവും പൊരീക്കക്കാരുകൾക്കെല്ലാം നാണക്കേടായിരിക്കുകയാണ്. ലക്ഷങ്ങൾ കിട്ടിയിട്ടും മുഴുക്കാത്ത ഈ പഹയൻ 3,000 രൂപയ്ക്ക് വേണ്ടി തങ്ങളുടെ നാടിനെയും കൂടി നാണം കെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. നാട് മുഴുവൻ ഇത്തരത്തിലുള്ള സർവേയർമാരെക്കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്നു. താൽക്കാലിക സർവേയറെ പോലും പിടിച്ച് ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും വിജിലൻസ് പൊക്കി ജയിലിലാക്കിയിട്ടും കുമാർ സാർ മാത്രം ഇതൊന്നും കണ്ടതും കേട്ടതുമേ ഇല്ല. പലയിടങ്ങളിലും വസ്തു സംബന്ധമായ ചെറിയ തർക്കങ്ങൾ പോലും വലിയ കേസിലും നടപടിയിലുമൊക്കെ എത്തുമ്പോഴാണ് ഒരു ചവിട് മണ്ണിന് വേണ്ടി പരാതിയുമായി ആൾക്കാർ ഇങ്ങനെ അളന്നു തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് സർവേ വകുപ്പിനെയൊക്കെ സമീപിക്കുന്നത്. അതാണ് ഇത്തരത്തിലുള്ള സാറന്മാർ അനിൽകുമാർ സാറിനെ പോലുള്ള മിടുക്കന്മാർ മുതലാക്കുന്നത്. പ്രത്യേകിച്ചും സർവേയുമായി ബന്ധപ്പെട്ട് ജോലിക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഉള്ളവർക്ക് ഇത് താങ്ങാൻ പറ്റുന്ന ജോലിയുമല്ല. അതുകൊണ്ട് തന്നെയാണ് ദിവസക്കൂലിക്കൊക്കെ ആളിനെ നിശ്ചയിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഈ വലിയ സാറന്മാർ മുതലാക്കുന്നത്. അദ്ദേഹം കൊല്ലം താലൂക്കിലെ A1 സർവേയറാണ്, എന്നുവെച്ചാൽ ഫസ്റ്റ് ഗ്രേഡ് സർവേയറാണ്. വർഷങ്ങൾ അനുഭവപരിചയമുള്ള ആളാണ്. ഇനി എന്തായാലും ഈ അനുഭവപരിചയമൊക്കെ മുതലാക്കി ജയിലിലൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ വീട്ടിലിരുന്ന് പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു കയറാം. എന്തായാലും കോടതി വിധി വരുമ്പോൾ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ലക്ഷങ്ങൾ എണ്ണി വാങ്ങിയത് പുള്ളിക്ക് നാണക്കേടായി തോന്നിയിട്ടാണ് 3,000 രൂപയ്ക്ക് വേണ്ടി ജോലിയും നാടിനെയും ഒക്കെ ഒറ്റുകൊടുത്ത് നാണം കെടുത്തി അനിൽകുമാർ ജയിലിലേക്ക് പോയിരിക്കുന്നത്. കൊല്ലം DYSP സാനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വലിയ മഹാനായ ബിരുദനായ A ഗ്രേഡ് സർവേയറെ കുടുക്കിയത്. എന്തായാലും അതിന് മുതിർന്ന അഞ്ചൽ സ്വദേശിയായി പരാതിക്കാരൻ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. ഇത്രമാത്രം ഈ പാവം പിടിച്ചവനെ പീഡിപ്പിച്ചാണ് കേട്ടോ. കാരണം നമുക്കൊരു സർക്കാർ ഓഫീസിലൊക്കെ കയറി ചെല്ലുന്നവനെ കളിയാക്കുന്ന രീതിയിലാണ് ഈ ജോലിക്കാരുടെ ഈ കസേരയിൽ നിന്നുള്ള സമീപനം. കാരണം 3 സെൻറ്റേ ഉള്ളതിലും അത് അളന്നു തിട്ടപ്പെടുത്താൻ വേണ്ടി അത്രയ്ക്ക് പീഡനം ഏൽപ്പിച്ചു കാണും. ഇത്ര ഓഫീസിൽ കയറി കളക്ടറുടെ ഉത്തരവിന് പോലും വലിയ വില കൽപ്പിക്കാത്ത ആൾ 3,000 രൂപയെന്ന് കേട്ടപ്പോഴത്തേന് എത്ര സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിലും അന്നേരം തന്നെ നൽകാൻ തീരുമാനിച്ച ആ വലിയ മനസ്സുണ്ടല്ലോ, ആ വലിയ മനസ്സിനാണ് ഇന്ന് വില കിട്ടിയത്. ജയിലിൽ സുഖമായി ഉറങ്ങാം. എന്തായാലും ടെൻഷൻ കാരണം വലിയ പൊസിഷനിൽ ഇരുന്നിട്ട് നാട്ടിലൊക്കെ വലിയ അന്തസ്സായിരിക്കും. അത് ഇതോടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി കൈക്കൂലി വാങ്ങിയ അനിൽ സാർ എന്ന് പവിത്രേശ്വരം പൊരീക്കലുള്ള നാട്ടുകാർ കൂടി പേര് കിട്ടിച്ച് ഇനി പുറത്തിറങ്ങുമ്പോൾ അവർ കൂവി വിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അന്തസ്സോടെ കഴിയാൻ പറ്റില്ലെന്നുറപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും നാട് മുഴുവൻ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടിട്ടും ഈ സാറന്മാർ മാത്രം പഠിക്കാത്തത് എന്താണെന്നാണ് ഇനിയും അറിഞ്ഞാൽ നാടിൻ്റെ ഒരുപക്ഷെ അവരൊന്നും ഈ വാർത്തകളൊന്നും കാണില്ലായിരിക്കും, അല്ലെങ്കിൽ പിടിക്കപ്പെടില്ലെന്നുള്ള ആത്മവിശ്വാസമായിരിക്കും ഇവരെയൊക്കെ കൊണ്ട്
ഈ കുരുക്കിൽ ചാടിക്കുന്നത്. അപ്പോൾ ഇനിയും അനിൽകുമാർ സാർമാരുണ്ടാവാതിരിക്കട്ടെ. ആളുകൾക്ക് പരാതി പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കാൻ ഇത്തരത്തിലുള്ള നടപടികളെങ്കിലും മാതൃകയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.